ഈ ബോൾ വൈഡ് ആണോ എന്ന ചോദ്യം ഇൻബോക്സിൽ കുറെ പേർ ചോദിക്കുന്നുണ്ട്. ചിലർ കമന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോളർ റണ്ണപ്പ് തുടങ്ങുമ്പോഴേ ബാറ്റർ ഓഫിലേക്ക് മാറിയാണ് നിൽക്കുന്നത്, പിന്നീട് അയാൾ തിരിച്ചു പോകുന്നുമുണ്ട്. എങ്ങനെയാണ് ഇവിടെ വൈഡ് നിർണ്ണയിക്കേണ്ടത് എന്ന് പറയാം. ഇവിടെ ഈ കാണുന്നതാണ് വൈഡ് ഗൈഡ് ലൈൻ. ഈ കാണുന്നത് സെക്കൻഡ് വൈഡ് ലൈൻ അല്ല, അത് റിട്ടേൺ ക്രീസ് ആണ്. ഈ വൈഡ് ഗൈഡ് ലൈൻ ഒരു ഫിക്സഡ് ലൈൻ അല്ല, അതൊരു വഴികാട്ടി മാത്രമാണ്. IPL നീല കളറിൽ കാണാറുള്ള ലൈനില്ലേ, അതാണ് ഈ നടുക്കുള്ള ഈ വൈഡ് ഗൈഡ് ലൈൻ. ബാറ്ററുടെ ഓഫിലേക്കുള്ള ചലനം അനുസരിച്ച് ഇവയ്ക്ക് മാറ്റം വരും. ഒരു നോർമൽ ഗാർഡ് എടുക്കുന്ന ബാറ്റർ ബോളർ ബോൾ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഓഫ് സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആ ബാറ്റർ എത്ര ദൂരം ഓഫിലേക്ക് നീങ്ങിയോ അത്രയും ദൂരം വൈഡ് ഗൈഡ് ലൈനും ഓഫിലേക്ക് നീങ്ങും. അതായത് ബോൾ പ്ലേയിലാവുന്നത് മുതൽ അഥവാ ബോളർ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലുള്ള ബാറ്ററുടെ പൊസിഷൻ കൺസിഡർ ചെയ്യും. ഇവിടെ ഈ ബാറ്റർ ബോൾ പ്ലേയിലാവുമ്പോൾ ഓഫിലേക്ക് നീങ്ങുന്നുണ്ട്. അതോടെ വൈഡ് ഗൈഡ് ലൈൻ അത്രയും ഓഫിലേക്ക് നീങ്ങും. അതോടെ ആ മാറിയ വൈഡ് ഗൈഡ് ലൈൻ വെളിയിൽ എറിഞ്ഞാൽ മാത്രമേ വൈഡ് ആവുകയുള്ളൂ. ഇവിടെ ഈ ബാറ്ററുടെ മൂവ്മെന്റ് കാരണം ഓഫിലേക്ക് നീങ്ങിയ വൈഡ് ഗൈഡ് ലൈൻ റിട്ടേൺ ക്രീസിനും വെളിയിലേക്ക് നീങ്ങി. അതുകൊണ്ട് ഇവിടെ റിട്ടേൺ ക്രീസിനുള്ളിലൂടെ ബോൾ പോയാൽ അത് ഫെയർ ഡെലിവറി ആയിരിക്കും. റിട്ടേൺ ക്രീസിനും വെളിയിലേക്ക് വൈഡ് ഗൈഡ് ലൈൻ മാറിയില്ലേ, പിന്നീട് എന്തിനാണ് റിട്ടേൺ ക്രീസ് വരെ മാത്രം നോക്കുന്നത് എന്നൊരു സംശയം ചിലപ്പോൾ ചിലർക്കുണ്ടാവും. കാരണം റിട്ടേൺ ക്രീസിലും വെളിയിലേക്ക് ബോൾ പോകുന്നുണ്ടെങ്കിൽ ബാറ്ററുടെ പൊസിഷൻ ഒന്നും നോക്കേണ്ട, റിട്ടേൺ ക്രീസിന് വെളിയിലൂടെ പോകുന്ന ബോളുകൾ എന്തായാലും വൈഡ് വിളിക്കണം. ഈ കളി നേരെയുള്ള ആംഗിളിൽ നിന്ന് കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് പറയാൻ സാധിക്കും ബോൾ റിട്ടേൺ ക്രീസിനുള്ളിലൂടെയാണോ പോയതെന്ന്. ഇനി അഥവാ റിട്ടേൺ ക്രീസിനുള്ളിലൂടെയാണ് ഈ ബോൾ പോയതെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇതൊരു ഫെയർ ഡെലിവറി തന്നെയാണ്. ഇനി ഈ വരച്ചിരിക്കുന്ന ഗ്രാഫിക്സുകളിൽ കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും ഉണ്ടാവാം. ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ പലപ്പോഴും ഈ ക്രീസ് മാർക്കിങ്ങുകൾ ശരിയായ അളവിലായിരിക്കില്ല. ഈ കളിയുടെ വീഡിയോയിലും അത് ശരിയായല്ല മാർക്ക് ചെയ്തിരിക്കുന്നതാണ് തോന്നുന്നത്. ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന വെള്ള ലൈൻ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് ദ ബാറ്റർ ഓഫ് സ്റ്റമ്പിൽ നിന്ന് ബാറ്റർ ഓഫിലേക്ക് മാറിയ ദൂരമാണ്. അതേ ദൂരം തന്നെയാണ് വൈഡ് ഗൈഡ് ലൈനും ഓഫിലേക്ക് എക്സ്റ്റെൻഡ് ആവേണ്ടത്. പക്ഷേ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ദൂരം റിട്ടേൺ ക്രീസ് വരെയാണ്. അതാണ് ഈ വെള്ള ലൈനേക്കാൾ ചെറുതായി ഡോട്ടഡ് റെഡ് ലൈൻ വന്നിരിക്കുന്നത്. ഓഫ് സൈഡ് വൈഡ് ഗൈഡ് ലൈനിൻ്റെ കുറച്ചുകൂടെ വ്യക്തമായ ഗ്രാഫിക്സ് വെച്ച ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമാവും.